നമസ്കാരം. പാകിസ്ഥാൻ അമേരിക്കയുടെ കാലു പിടിക്കാൻ പോയത് തന്നെ ഇന്ത്യയെ തകർക്കാൻ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് അന്വേഷിച്ചായിരുന്നു. എന്നാൽ ട്രംപിന്റെ ഒരു തീരുമാനത്തിനു മുന്നിലും സന്ധിയില്ലാതെ മോദി സധൈര്യം ശക്തമായ നിലപാടുമായി നിന്നതോടുകൂടി ട്രംപിനെ അനുനയിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പടപ്പുറപ്പാട് നടത്താമെന്നുള്ള പാകിസ്ഥാന്റെ പല പദ്ധതികളും പൊളിഞ്ഞു എന്ന് വേണം പറയാൻ. എന്നാൽ ട്രംപിനോട് കൂടിയത് പാകിസ്ഥാന് മുട്ടൻ പണിയായിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ വിളിച്ചിരുത്തി ചായ സൽക്കാരം നടത്തിയപ്പോൾ ട്രംപിന്റെ വലം കൈയാണ് എന്ന് പാകിസ്ഥാൻ ഒരു തോന്നലുണ്ടായി. എന്നാൽ അടിമയാക്കി ഭരിക്കാനുള്ള പുറപ്പാടിന്റെ തുടക്കമായിരുന്നു അതെന്ന് ഇപ്പോൾ പാകിസ്ഥാനും ബോധ്യമായിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ സൈനിക മേധാവി ജനറൽ അസീം മുനീറിനോട് ഗാസയിലേക്ക് സൈന്യത്തെ അയക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നത് പാകിസ്ഥാന്റെ അന്തർദേശീയ നിലപാടുകളുടെ പൊള്ളത്തരം വീണ്ടും തുറന്നു കാട്ടുന്നു. സ്വന്തം രാജ്യത്തിനുള്ളിൽ സാമ്പത്തിക തകർച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും സാമൂഹിക കലാപങ്ങളും നേരിടുന്ന ഒരു രാഷ്ട്രത്തോട് ലോകത്തിലെ ഏറ്റവും സങ്കീർണവും സ്ഫോടനാത്മകവുമായ സംഘർഷ മേഖലയിൽ ഇടപെടാൻ ആവശ്യപ്പെടുന്നത് തന്നെ പാകിസ്ഥാനെ വാടക സൈനിക രാഷ്ട്രമായി കാണുന്ന സമീപനത്തിന്റെ തെളിവാണ്. അതിനേക്കാൾ ഗുരുതരമായത് ഇത്തരമൊരു ആവശ്യത്തെ പാകിസ്ഥാനിലെ സൈനിക നേതൃത്വവും രാഷ്ട്രീയ ശക്തികളും എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ മുതലെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് എന്നതാണ്. ഗാസയിൽ സേനയെ അയക്കുന്നതിനെ ചൊല്ലി പാകിസ്ഥാനിൽ സംഘർഷം മുറുകുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയിലേക്ക് സൈനികരെ അയക്കാൻ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ രാജ്യത്തെ മതവാദികൾ അതിനെ ശക്തിയുക്തം ചെറുക്കുകയാണ്. അടുത്ത ആഴ്ച തന്നെ ട്രംപിനെ കാണാൻ മുനീർ അമേരിക്കയിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. 6 മാസത്തിനിടയിലെ മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരിക്കും അങ്ങനെയെങ്കിൽ ഇത്. 2 വർഷത്തിലേറെയായി ഇസ്രയേലി സൈനിക ബോംബാക്രമണത്തിൽ തകർന്ന ഗാസയിൽ പുനർനിർമ്മാണത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും മേൽനോട്ടം വഹിക്കാൻ മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സേനയെ ട്രംപിന്റെ 20 ഇന ഗാസ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഫലത്തിൽ ഹമാസിനെ നിരായുധരാക്കുന്നതിനുള്ള ഈ ദൗത്യം പല രാജ്യങ്ങളും ഭയക്കുന്നു. ഇത് സ്വന്തം രാജ്യങ്ങളിൽ സംഘർഷവും ഇസ്രയേൽ വിരുദ്ധ ആളിക്കത്തിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ട്രംപിന്റെയും മുനീറിന്റെയും അടുപ്പം പാക് സൈനികരെ ഘട്ടം ഘട്ടമായി ഗാസയിൽ എത്തിക്കാനാണ് സാധ്യത. എന്നാൽ പാകിസ്ഥാൻ സൈനികർ ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ വിസമ്മതിച്ചാൽ ട്രംപിനെ അത് നിരാശപ്പെടുത്തിയേക്കാം. അതേസമയം ഗാസയിലേക്ക് സൈനികരെ അയച്ചാൽ പാകിസ്ഥാന് വളരെ വലിയ സാമ്പത്തിക സഹായമായിരിക്കും US തിരിച്ചു നൽകുക. പല ഘട്ടങ്ങളിൽ ഇന്ത്യയുമായി നടത്തിയ യുദ്ധം ആണവായുധങ്ങളുള്ള ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ സൈനികരെ പരിചയസമ്പന്നരാക്കിയെന്നാണ് USന്റെ വിലയിരുത്തൽ. ഇതുകൂടാതെ വർഷങ്ങളായി ബലൂചിസ്ഥാനിൽ നിന്നുള്ള വിമതരുടെ അട്ടിമറി ശ്രമങ്ങളും പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. അടുത്ത കാലത്തായി താലിബാനുമായി അപ്രഖ്യാപിത യുദ്ധം നടക്കുന്നതും പാകിസ്ഥാൻ സൈനികരെ സാങ്കേതികമായി മുന്നിലെത്തിച്ചിട്ടുണ്ടെന്ന് US കരുതുന്നു. ഗാസയിൽ സമാധാന സംരക്ഷണത്തിനായി സൈന്യത്തെ അയക്കുന്നത് പരിഗണിച്ചേക്കാമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഹമാസിനെ നിരായുധരാക്കുക എന്നത് തങ്ങളുടെ ജോലിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസ വിഷയം മനുഷ്യാവകാശവും മാനവികതയും മുൻനിർത്തി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. എന്നാൽ പാകിസ്ഥാന്റെ ചരിത്രം നോക്കിയാൽ മതവികാരങ്ങൾ ഉയർത്തി അന്തർദേശീയ രംഗത്ത് സ്വയം പ്രദർശിപ്പിക്കാനും ആഭ്യന്തര പരാജയങ്ങൾ മറയ്ക്കാനും ഈ രാജ്യം ശ്രമിച്ചിട്ടുള്ളതിന്റെ നീണ്ട പട്ടിക കാണാം. കാശ്മീർ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ പാകിസ്ഥാൻ സ്വീകരിച്ച നയങ്ങൾ സമാധാനത്തിലൂന്നിയതല്ല, മറിച്ച് സംഘർഷത്തിന്റെ വ്യാപനത്തിലാണ് വഴിയൊരുക്കിയത്. അത്തരമൊരു രാജ്യം ഗാസയിൽ സൈനിക സാന്നിധ്യം ഉണ്ടാക്കുന്നത് പ്രശ്ന പരിഹാരമാകുമോ അല്ലെങ്കിൽ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതാകുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. ഉത്തരം ഇവിടെ വ്യക്തമാണ്. ഇവിടെ നരേന്ദ്രമോദിയുടെ നിലപാട് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗാസ വിഷയത്തിൽ പോലും സമതുലിതവും ഉത്തരവാദിത്വപരവുമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ എവിടെയും സൈനിക ഇടപെടൽ തേടുന്നില്ല, മറിച്ച് മാനവിക സഹായവും നയതന്ത്ര ഇടപെടലും വഴി സമാധാനം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു പക്വ രാഷ്ട്രത്തിന്റെ അടയാളവും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ സ്വന്തം താല്പര്യങ്ങളും ആഗോള സമാധാനവും ഒരുമിച്ച് പരിഗണിക്കുന്ന വിദേശ നയമാണ് പിന്തുടരുന്നത്. അതേസമയം പാകിസ്ഥാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കീഴടങ്ങി സ്വന്തം സൈന്യത്തെ മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് അയക്കണമോ എന്ന ആശയക്കുഴപ്പത്തിലാണ്. ട്രംപിന്റെ ആവശ്യം പാകിസ്ഥാനെ ഒരു വലിയ നയതന്ത്ര കുടുക്കിലേക്കാണ് തള്ളിവിടാൻ പോകുന്നത്. ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ അത് അറബ് ലോകത്തെയും ഇസ്രയേലിനെയും ഉൾപ്പെടുത്തി പുതിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കും. അയക്കാതിരുന്നാൽ അമേരിക്കൻ സമ്മർദ്ദം നേരിടേണ്ടി വരും. എന്നാൽ ഈ രണ്ടിലും പാകിസ്ഥാന്റെ ദേശീയ താല്പര്യം എവിടെയാണ്? സ്വന്തം ജനങ്ങൾക്ക് ഭക്ഷണവും തൊഴിലും സുരക്ഷയും നൽകാൻ പോലും കഴിയാത്ത ഒരു ഭരണകൂടം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള യുദ്ധഭൂമിയിലേക്ക് സൈനികരെ അയക്കാൻ തയ്യാറാകുന്നത് അവരുടെ ഭരണ പരാജയത്തിന്റെ തെളിവാണ്.
പാകിസ്ഥാനിലെ സൈനികാധിപത്യം, രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ഘടന, ഇത്തരം അന്തർദേശീയ ആവശ്യങ്ങൾക്ക് മുന്നിൽ രാജ്യം എത്രത്തോളം ദുർബലമാണെന്ന് വീണ്ടും തെളിയിക്കുന്നു. ജനാധിപത്യ ഭരണകൂടം എന്ന അവകാശവാദം നിലനിൽക്കുമ്പോഴും യഥാർത്ഥ തീരുമാനങ്ങൾ സൈനിക ആസ്ഥാനങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ അതിന് വിപരീതമാണ് സ്ഥിതി. മോദി സർക്കാർ ശക്തമായ ജനവിധിയോടെയാണ് അധികാരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിദേശ നയം വ്യക്തവും സ്ഥിരവുമാണ്. ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങി സ്വന്തം സൈനികരെ അനാവശ്യമായ യുദ്ധങ്ങളിൽ തള്ളിവിടില്ല. പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ വിദേശ സഹായത്തിനും രാഷ്ട്രീയ രക്ഷയ്ക്കുമായി അമേരിക്കയെ ആശ്രയിച്ചിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ കാണാം. എന്നാൽ ഓരോ തവണയും ആ ആശ്രയം രാജ്യത്തെ കൂടുതൽ അസ്ഥിരതയിലേക്ക് തന്നെയാണ് നയിച്ചത്. ഇന്ന് ഗാസ വിഷയത്തിലും അതേ പാതയാണ് പാകിസ്ഥാൻ പിന്തുടരാൻ പോകുന്നത്. മതവികാരങ്ങൾ ഉയർത്തി ഇസ്ലാമിക ഐക്യം എന്ന മുദ്രാവാക്യം ഉയർത്തിയേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രതിസന്ധികളെ മറയ്ക്കാനുള്ള ശ്രമം മാത്രമാണ്. ഇന്ത്യയുടെ സമീപനം ഇതിൽ നിന്ന് പൂർണ്ണമായി വ്യത്യസ്തമാണ്. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റുമായി ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തുന്നു. ഇസ്രയേലുമായും അറബ് രാജ്യങ്ങളുമായും ഒരേപോലെ സൗഹൃദം പുലർത്തുന്ന അപൂർവ നിലപാടാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശബ്ദം അന്തർദേശീയ വേദികളിൽ വിശ്വസനീയമാണ്. പാകിസ്ഥാനെ പോലെ ഒരു പക്ഷത്തേക്ക് ചാഞ്ഞ് സംഘർഷം വർദ്ധിപ്പിക്കുന്നതല്ല, മറിച്ച് സംവാദത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത്. ട്രംപ് അസീം മുനീർ സംഭാഷണം പാകിസ്ഥാനെ വെറും ഒരു ഉപകരണമായി കാണുന്ന സമീപനത്തിന്റെ ഉദാഹരണമാകും. എന്നാൽ ഇന്ത്യയെ അങ്ങനെ കാണാൻ ആരും ധൈര്യപ്പെടുന്നില്ല. കാരണം ഇന്ത്യ സ്വയം തീരുമാനമെടുക്കുന്ന ശക്തമായ രാഷ്ട്രമാണ്. മോദിയുടെ വിദേശ നയം ഇന്ത്യയെ ആഗോളതലത്തിലൊരു നിർണായക ശക്തിയാക്കി ഇതിനോടകം മാറ്റിയിട്ടുണ്ട്. പാകിസ്ഥാൻ അതേസമയം ഓരോ അന്തർദേശീയ പ്രതിസന്ധിയിലും മറ്റുള്ളവരുടെ കളിപ്പാവയായി മാറുകയാണ്. ഗാസയിലേക്ക് പാകിസ്ഥാൻ സൈന്യം അയച്ചാലും ഇല്ലെങ്കിലും ഈ ചർച്ച തന്നെ പാകിസ്ഥാന്റെ ദുർബലത വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുടെ ശക്തമായ, സ്വതന്ത്രമായ, ഉത്തരവാദിത്വപരമായ വിദേശ നയത്തിനൊപ്പം താരതമ്യം ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഇന്നും പഴയ ആശ്രിതത്വത്തിന്റെ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ലോകം ഇത് കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്, ഇന്ത്യയെ കൂടുതൽ ബഹുമാനത്തോടെ സമീപിക്കുന്നുണ്ട്. മോദിയുടെ ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ പാകിസ്ഥാൻ വീണ്ടും സ്വന്തം പരാജയങ്ങളുടെ കുഴിയിൽ ആഴ്ന്നിറങ്ങുകയാണ്.